പ്രിയപ്പെട്ടവർ, ഞാനെന്നുള്ളത് കൊല്ലങ്കോട് രാജകൊട്ടാരത്തിലാണ്. അതായത് നമ്മുടെ വാസുദേവരാജ എന്ന് പറയുന്ന ആ ഒരു രാജാവ് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സമ്മർ കാലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ പണി കഴിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ്. ശരിക്കും ഇവരെ പാലക്കാടാണ് ഇവരെ കൊട്ടാരം വരുന്നതെങ്കിലും നമ്മുടെ തൃശ്ശൂർ ഈ ഒരു സമ്മർ കാലത്ത് അവർക്ക് വന്നിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത്, ഈ ഒരു കൊട്ടാരത്തിൽ ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും, അമ്പലങ്ങളിൽ നിന്നും, പള്ളികളിൽ നിന്നും, അതുപോലെ തന്നെ പല പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പുരാവസ്തു സംഭവങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അതുപോലെ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു എന്താ പറയുക, കൊടക്കല്ലിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ ഗുഹയുടെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കയറുന്ന സ്റ്റെപ്പ് ഒറ്റ കരിങ്കല്ലിൽ കൊണ്ട് ഇങ്ങനെ നീളത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അതായത് ഈ ഫ്ലോറൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് മനോഹരമായിട്ടുള്ള ഫ്ലോർ നോക്കി നോക്ക്. അതായത് ഇറ്റാലിയൻ ടൈൽസാണ് ഈ ഒരു ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ളത്. എത്ര വർഷങ്ങളായി, 100 വർഷത്തിന് മുകളിലായിട്ടും ഇപ്പോഴും യാതൊരു മാറ്റമില്ലാതെ നല്ല ഫിനിഷിങ്ങോടെ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കതിൻ്റെ റൂഫ് ഫുള്ള് വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രെയിം കാണാം കേട്ടോ. ഇത് കുടക്കല്ല് എന്നാണ് പറയാം. നമ്മളിതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കുടക്കല്ലുള്ള ഒരു പറമ്പിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഭാഗത്ത് ഈ കാണുന്ന വർക്കൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ്. എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിട്ട് നോക്കുക. ഇത് കൈകൊണ്ട്, അന്നത്തെ മിഷനറീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കൈകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ പഴയ വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിക്നെസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീടുകൾ പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ചെങ്കിൽ അതിൻ്റെ ഡബിള് സൈസാണ് സാധാരണ പഴയ വീടുകൾ കാണാൻ പറ്റാറ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിതാ ഉള്ളിലേക്ക് പോവാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ മുകളിലേക്ക് പോകാനുള്ള എന്താ പറയുക, സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാ മെയിനായിട്ടുള്ള ഹാളിലേക്ക് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇതാ ഒരുപാട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ, ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൺപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്ന് ഇത് കിട്ടിയെന്നും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാം മഹാശിലായുഗത്തിലുള്ള അത്രയും പഴക്കമുള്ള സംഭവങ്ങളായിട്ടുള്ളതൊക്കെ. ഇതിൽ എല്ലുകൾ സംഭവങ്ങളൊക്കെ പണ്ടത്തെ ചെറിയ കിട്ടിയിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ല് കാര്യങ്ങളൊക്കെയാണ് അതിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മങ്ങാട് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കുടമാണ് ഇത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കുടങ്ങളും പാത്രങ്ങളൊക്കെ കാണാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് എടുത്ത് പറയണില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കറക്റ്റ് പാത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട്, നമ്മളിപ്പോൾ സാധാരണ കലത്തിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ട് ഇതിന്. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് കണ്ടില്ല, ആ ഒരു ഷേപ്പൊക്കെ കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമ്മളിതാ അടുത്ത ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ 2 വലിയ മൺകലങ്ങൾ കാണാം കേട്ടോ. ഇതിന് എന്താ പറയുക, പിയർ പഴത്തിൻ്റെ ആകൃതിയിലുള്ള പാത്രം എന്നാണ് പറയുന്നത്. ഇതും മഹാശിലായുഗത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ആർച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ കടക്കുമ്പോൾ ഇവിടെ കുറച്ച് ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ, നമ്മുടെ തൃശ്ശൂർ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂരിലെ പുലിക്കളികളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമ്മളിതാ ഈ ഒരു റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പള്ളിവാള്, അതുപോലെ തന്നെ കാൽച്ചിലമ്പ്, അതുപോലെ അരമണി, ഇതൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂരങ്ങൾക്കൊക്കെ കൂടുതൽ ഇതിങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മണ്ണ് കൊണ്ടൊക്കെ ഒരു എന്താ പറയുക, ചുമരൊക്കെ മണ്ണ് കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കുട, അതുപോലെ പഴയ ചെരുപ്പ്, പാള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെരുപ്പാണ് ഇട്ടത്. അതുപോലെ പാള കൊണ്ടൊക്കെ പണ്ട് നമ്മൾ പല്ല് തേക്കാനും ഉമിക്കരിയൊക്കെ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലൊക്കെ ഇട്ടായിരുന്നല്ലോ, അതാണ് ഈ ഒരു സംഭവം. അതുപോലെ വെള്ളം കോരാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ തലയിൽ വെക്കുന്ന, പണ്ട് നമ്മൾ പാടത്തൊക്കെ ആളുകൾ വെച്ചിരുന്ന തൊപ്പി കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. മുറുക്കാൻ പെട്ടിയാണോ എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല, ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിരട്ട കൊണ്ട് ചെറിയ ഗ്ലാസ് കാര്യങ്ങൾ, അതുപോലെ ഇവിടെ ഒരു കൊട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതാ ഒരു അടുക്കളയിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഈ ഒരു അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഓർമ്മ നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു അടുക്കളയാണ് കേട്ടോ. ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അറിയുന്നവർ പറയാം കേട്ടോ. ഉലക്കയും ഉരലും ഇവിടെ ഇരിക്കുന്നത് കാണാം. അതായത് പണ്ടത്തെ മരം കൊണ്ടുള്ള ഉരലാണ് കേട്ടത്.
അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഉറി നമുക്കറിയാലോ, ഇപ്പോഴും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഉറി. അതുപോലെ അതിൻ്റെ മുകളിലൊരു കുടം കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങാന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുല്ല് കൊണ്ടുള്ള പായയും അതുപോലെ തലപ്പാവ് കാര്യങ്ങളും ഇതൊക്കെ കുമ്മാട്ടിയിൽ പെടുന്ന ഓരോ ഫേസുകളാണ്. അടുത്തൊരു ഭാഗത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ ഇവിടെയും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൂക്ക് വിളക്ക്, കൽച്ചട്ടി, ഇസ്തിരിപ്പെട്ടി, കോളാമ്പി, ചിമ്മിനി വിളക്ക്, മൊന്ത, തൂക്കുപാത്രം, ലോഹപാത്രം, തൊപ്പിക്കുട, പൂപ്പാത്രം, മുറി, അതുപോലെ ഗോമുഖി, ഇങ്ങനെ കുറേ സംഭവമുണ്ട്. കുറേ പേരുകളൊന്നും നമുക്ക് അറിയാത്തതാവും, പക്ഷേ നമ്മുടെ മുമ്പുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് ഒക്കെ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഉപയോഗിച്ച് വരുന്ന സംഭവമാണ് കേട്ടോ. ഇതിന് ഞങ്ങളവിടെ കുരുത്തി എന്നാണ് പറയുക, നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ മീൻ കിട്ടിയിട്ട് ഇടാനുള്ള പാത്രമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് പഴയ വിളക്കുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത് പഴയ വിളക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ പഴയ ടോർച്ചാണിത്, ബാറ്ററിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കാലത്തൊക്കെയാണിത് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവായി പോയത്. അപ്പോൾ അതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊട്ട കാര്യങ്ങൾ, ഒരു ചെറിയൊരു കിണ്ടി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൈ ഇങ്ങനെ എത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു സൈസ് ഉള്ളത് കേട്ടോ. അതുപോലെ എലിക്കണി, അങ്ങനെ പഴയ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഭാഗത്ത് കാണുന്നത് തുടം, വലക്കണ്ണി, ഉണ്ണിയപ്പ പാത്രം, അതുപോലെ കത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല താഴാൻ വേണ്ടിയിട്ട് പണ്ട് കണ്ണിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ്. പിന്നെ ഇതുപോലെ പഴയ ഒരു കത്തിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ചുവർ ചിത്രമാണ് കേട്ടോ, നമ്മുടെ പണ്ടത്തെ ചിത്രം തന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ മരപ്പീപ്പി, അതുപോലെ ഓലപ്പീപ്പി, ഇതൊക്കെ നമ്മൾ പണ്ട് ഓലപ്പീപ്പിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളാണ്. ഇത് മരത്തോണ്ടുള്ളതാണ്. അതുപോലെ ഈ കാണുന്നതൊക്കെ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊന്നും ഇപ്പോൾ നമ്മുടെ പിള്ളേരോ ആരും ഉണ്ടാക്കി കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലത്തെ നിലയ്ക്കാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്താണ്, നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടുന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നാലാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ അന്ന് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സ്റ്റെയർ ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല എന്നാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക അതിശയം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴൊക്കെ മരത്തോണ്ട് സ്റ്റെയർ ഉണ്ടാക്കുമ്പോൾ ഒരു 10-30 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓരോ ഡാമേജ് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നല്ല സീസണിങ് ചെയ്തിട്ടുള്ള മരത്തിലൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ഹാൻഡ് റെയിലൊക്കെ എന്ത് ഭംഗിയിലും ഫിനിഷിങ്ങിലും ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഒരുപാട് മെഷീനറീസ് ഒന്നുമില്ല. ഇതൊക്കെ ഓരോ എന്താ പറയുക മരപ്പണിക്കാരും ഇരുന്ന് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പീസുമാണ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്ന മെഷീനറീസിൽ ഇതിൻ്റെ ഷേപ്പും ഒക്കെ ഒരുപോലെയാവും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു വ്യത്യാസമാണ്. അന്നത്തെ മൗൾഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ളതല്ല. അതുപോലെ രണ്ട് സൈഡിലും ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ കയറി പോകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഒരു സമ്മർ കാലത്ത് ഇവിടെ രാജാവിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഒരുപാട് വെന്റിലേഷൻ, കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ കുറച്ചൊക്കെ ഗ്ലാസ്സുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ ഇത് സ്റ്റീല് പോലെയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് മാത്രമാണ് ഇവിടെ സ്റ്റീലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് അടക്കം ഫുള്ള് മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ചുവർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് കയറിയിട്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാ മെയിനായിട്ടുള്ള മുകളിലത്തെ ഒരു എന്താ പറയുക കാറ്റും വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ വെക്കേഷനിലൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ജനലുകളൊക്കെ ഒരുവിധം ജനലുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഈ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഇപ്പോഴത്തെ ഗ്ലാസിൻ്റെ തിക്നെസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഗ്ലാസിൻ്റെ ഒരു 2 mm 3 mm ഒക്കെയാണ് ഇതിൻ്റെ ഒരു തിക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ ലോഡ് വരുന്ന ഏരിയയാണ് ഈ ഒരു കോർണർ ഭാഗം. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ള വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ആ സ്റ്റെയർ കേസ് കയറിയിട്ടുള്ള എൻട്രൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ താഴത്തെ പോലെ തന്നെ അതിൻ്റെ സെയിം രീതിയിൽ തന്നെ മുകളിലും നമുക്ക് ഈ ഒരു ഹാള് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ അതിൻ്റെ റൂഫുള്ളത്. നമ്മളിപ്പോഴത്തെ വീട് എന്ന് പറഞ്ഞാൽ 10 അടി അല്ലെങ്കിൽ 3 മീറ്റർ ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വീണ്ടും ഒരു 5 അടിയൊക്കെ ഹൈറ്റ് ഉള്ള രീതിയിലാണ് ഇതിൻ്റെ റൂഫ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചുമർ ചിത്രങ്ങളാണ് കൂടുതലും ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഹാളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക.
അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളത് കൂടുതൽ ലെങ്ത്ത് വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചുമര് ചിത്രങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു റൂമിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രാജാവിൻ്റെ കോട്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് കൊല്ലങ്കോട് രാജവംശത്തിലെ വാസുദേവരാജ ഉപയോഗിച്ച കോട്ട്, മെതിയടി, തലപ്പാവ്. വാസുദേവരാജാവ് ഉപയോഗിച്ചിട്ടുള്ള കോട്ട്, തലപ്പാവ് എല്ലാം ഇവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ഫേസാണ് ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മെതിയടി ചെരുപ്പാണിത്. അപ്പോൾ ഈ കോട്ട്, ഈ ഒരു തലപ്പാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് പഴക്കമുണ്ടെങ്കിലും അത് വലിയ കേടുപാടൊന്നുമില്ല. അത് ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഭാര്യയും കൂടിയിട്ടുള്ള ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അന്നത്തെ കലാവിരുദ്ധന്മാരായിരിക്കും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് നമ്മളിതാ അടുത്തൊരു ഭാഗത്തേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ ചുമർ ചിത്രങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം എന്നുള്ളത് പണ്ട് രാജാവുണ്ടല്ലോ, നമുക്ക് പണ്ടത്തെ രാജാക്കന്മാർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുക എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കാണാം. എന്താ വെച്ചാൽ അവർ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നിന്ന് അത്രയും ലെങ്ത്തിലുള്ള നല്ല രീതിയിൽ നീളത്തിലുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മെയിൻ എൻട്രൻസ്, ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം. അത്യാവശ്യം നല്ല വിഡ്ത്തിൽ തന്നെയാണ്, ഒരു 120 വിഡ്ത്തിലൊക്കെ ആയിരിക്കും ഈ ഒരു ഡോറുള്ളത്. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് പെയിൻറ്റിങ് വർക്കുകൾ കാണാം. അവിടുത്തെ ഡോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഗ്ലാസ് ഉണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്ലാസ്സാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കൊട്ടണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത്തെ എപ്പോഴത്തെ പോലെ ഒരു ഡോർ ക്ലോസറല്ല, ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് അടക്കാൻ വേണ്ടി പറ്റില്ല, അതങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ ഉണ്ട്. അതിന് മുകളിൽ എന്താ പറയുക, കുറച്ചിങ്ങനെ കൊത്തുപണികൾ ഉണ്ട് അല്ലേ. ഇത് എന്ത് ലെറ്റേഴ്സാണ് ശരിക്കും? അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്? ഇത് പോർട്ടീസുകാരുടെ ശവക്കല്ലറയിലെ മുകളിലേക്ക് വെക്കുന്ന സാധ്യതയാണ് മൂടുകല്ല് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇത്രയും വലിയ കല്ലായിരിക്കോ ഈ മൂടുകല്ലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക? അതായത് ഇങ്ങനെ ആയിരിക്കും അല്ലെ, ഒരാൾക്ക് എടുക്കുമ്പോ നീളത്തിൽ ഇങ്ങനെ വെക്കണമായിരിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ള ഇതാണ്. അവിടെയാണ് കൂടുതൽ പോർട്ടീസുകാർ താമസിച്ചിരുന്നതും. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഇത് എന്ത് ലിപിയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? പോർട്ടീസുകാരുടെ അവരുടെ ലിപി തന്നെയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അല്ലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കിത് വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇതിന് മുകളിലൊരു ഇംഗ്ലീഷ് ലിപി പോലെ തന്നെയാണ് കാണുന്നത്, പക്ഷേ നമുക്കത് കറക്റ്റ് അറിയില്ല. ഈ കല്ലറയുടെ മുകളിൽ വെക്കുന്ന കല്ലുകളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഹോളുണ്ട്, അതെന്താന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അല്ലേ. ഇതാണ് വീരക്കല്ലില്ലേ? ഇതിന്റെ കഴുത്ത് പോയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. കുറെ മാവും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കൂൾ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മറ്റൊരു പ്രതിമ കല്ലാണ് അല്ലേ, ശില്പമാണ്. അതെ, അപ്പോൾ ഇത് നമുക്ക് അട്ടപ്പാടി കിട്ടിയിട്ടുള്ള മറ്റൊരു ശില്പമാണ്. ഒരു രാജാവിൻ്റെ ശില്പം പോലെ ഉണ്ട് അല്ലേ ശരിക്ക്. ഒരു ഭടനോ എന്താ പറയുക, വാളുണ്ട്, അതുപോലെ വാളിൻ്റെ പരിച, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ മതിൽ, റോഡ് സൈഡോട് ചേർന്നിട്ട് മതിൽ, ചുറ്റുമതിലുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറച്ച് മതിലിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചുറ്റുമതിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 50ഓളം കൊത്തു, നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ കലാരൂപങ്ങൾ ഇതൊക്കെ ആയിട്ടുള്ള കൊത്തു പണിത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് കാണാൻ പറ്റും. അത് നടപ്പാതെയുണ്ട്, അപ്പോൾ ചുറ്റും നടന്ന് നമുക്കത് കാണാം. അല്ലെങ്കിൽ അങ്ങ് അറ്റം വരെയും വന്ന്. അപ്പോൾ ഓരോന്നിലും അതിൻ്റെതായിട്ടുള്ള കലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പഴയൊരു കാർ പോർച്ചാണ്, എൻ്റെ ഒരു കാർ പോർച്ചാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇതാ ഒരു പഴം പോലെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, ഈ ഒരു ഫ്ലവറിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗലിംഗ മരം എന്നാണ് ഈ ഒരു മരത്തിൻ്റെ പേര്. അപ്പോൾ ഇത് കഴിച്ചാൽ വിഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് മെഡിസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബോൾ പോലെ വലിയൊരു കണ്ട അത്രയും വലിപ്പത്തിലാണ് ഇതിൻ്റെ ഓരോ പഴങ്ങൾ നിൽക്കുന്നത്. അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഫ്ലവർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ല് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ സൂവിൻ്റെ അടുത്താണ് കൊല്ലങ്കോട് ഹൗസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.